ഇന്ന് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ കോളേജിൻ്റെ ലാബ് എല്ലാവരും ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിന്ന് ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ HCl ആണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. എസ്റ്ററിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണിപ്പോൾ. എസ്റ്ററിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ലബോറട്ടറി എക്യുപ്മെൻറ്റ്സ് ആണ് ഇവിടെ കാണുന്നത്. പ്യൂററ്റിൽ നമ്മൾ എണ്ണ വെച്ച് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു തെർമോമീറ്ററും 5 ml പിപ്പറ്റ്, 2 ml പിപ്പറ്റ്, അതേപോലെ 20 ml പിപ്പറ്റ്, കോണിക്കൽ ഫ്ലാസ്കൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളെ HCl നമ്മൾ ഓൾറെഡി വെള്ളത്തിൽ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വെയിറ്റ് ചെയ്യുന്നുള്ളത് നമ്മുടെ എസ്റ്റർ വരാനാണ്. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്ക് എസ്റ്റർ വരുന്നതിന് മുമ്പ് നമ്മുടെ എക്യുപ്മെൻസിൻ്റെ ഒക്കെ പേര് പരിചയപ്പെടാം കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മുടെ HCl നിറച്ചിരിക്കുന്നത്. ഇതിൻ്റെ പേര് സ്റ്റോപ്പേർഡ് ബോട്ടിൽ നിന്നാണ്. അതുപോലെ ഇത് നമ്മുടെ തെർമോമീറ്ററാണ്. ഓക്കെ, ഇത് ഫണലാണ്. ശേഷം ഇത് 20 ml പിപ്പറ്റ്. ഓക്കെ, ഇതാണ് 20 ml പിപ്പറ്റ്. ഓക്കെ, ഇപ്പോൾ ഞാൻ എടുക്കുന്ന ഈ സാധനമാണ് നമ്മുടെ 2 ml പിപ്പറ്റ്. ഓക്കെ, 5 ml പിപ്പറ്റ് നമുക്ക് എസ്റ്ററിന് ഒന്നിച്ചേ കിട്ടത്തുള്ളൂ. ഓക്കെ, ഇത് നമ്മുടെ ടെസ്റ്റ് ട്യൂബ്, അതുപോലെ തന്നെ നമ്മുടെ ബോയിലിംഗ് ട്യൂബാണിത്. RB ഫ്ലാസ്ക് എന്ന് പറയും. ഓക്കെ, ഈ RB ഫ്ലാസ്ക് വെച്ചാണ് നമ്മൾ ചൂടാക്കുന്നത് നമ്മുടെ സൊല്യൂഷനൊക്കെ. അതുപോലെ ഇത് നമ്മുടെ സൊല്യൂഷൻ ബോട്ടിൽ എന്ന് പറയും, നമുക്ക് സാമ്പിളൊക്കെ തരുന്ന ബോട്ടിലാണ്. ഇത് കോണിക്കൽ ഫ്ലാസ്ക്. ഓക്കെ, നമ്മുടെ കോണിക്കൽ ഫ്ലാസ്ക്. ഓക്കെ, അതുപോലെ തന്നെ ഇത് നമ്മുടെ 100 ml ബീക്കറാണ്. 100 ml ബീക്കർ. അതുപോലെ തന്നെ ഇത് നമ്മുടെ സൊല്യൂഷനാണ്, NaOH സൊല്യൂഷനാണിത്. ഇതാണ് നമുക്ക് ബ്യൂററ്റിൽ ഫില്ല് ചെയ്യാനുള്ളത്. ഇതാണ് നമ്മുടെ ബ്യൂററ്റ്. ഓക്കെ, ഈ ബ്യൂററ്റിലേക്കാണ് നമുക്ക് NaOH സൊല്യൂഷൻ ഫില്ല് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? നമുക്ക് ഇതിനെ ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ ടൈട്രേഷനിൽ ഞാൻ പിന്നെ കാണിച്ചു തരാം. ഓക്കെ, ഈ NaOH സൊല്യൂഷനാണ് നമുക്ക് ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ ടൈട്രേഷൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ നമ്മുടെ എസ്റ്റർ വന്ന ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമ്മുടെ ലാബിലുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കുറച്ച് ആസിഡും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. NaOH, അസറ്റിക് ആസിഡ് പോലുള്ള കാര്യങ്ങളും നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ H2SO4ൻ്റെ ബോട്ടിൽ. ഓക്കെ, ഇതിലിപ്പോൾ ഇല്ല. ഓക്കെ, ഇത് കാലിയായിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ എസ്റ്റർ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ എസ്റ്റർ, മീഥൈൽ അസറ്റേറ്റ് എന്ന് പറയും. ഓക്കെ, ഇതിന് നമ്മൾ ടെമ്പറേച്ചർ ലെവലാകാൻ വേണ്ടി നമ്മുടെ HClനെയും അതുപോലെ തന്നെ നമ്മുടെ എസ്റ്ററിനെയും ഒരേ പാത്രത്തിൽ വെച്ചിട്ട് നമ്മൾ വെള്ളം നിറച്ചിരിക്കുകയാണ്. ഈ പാത്രത്തിൽ നമ്മൾ നോർമൽ വെള്ളം നിറച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ടെമ്പറേച്ചർ ഒരു ലെവലാകും വരെയാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ തെർമോമീറ്ററിൽ 27 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു കാണിക്കുന്നത്. അത് നമ്മുടെ വെള്ളത്തിൻ്റെ താപനില 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇതിൽ നിന്നും 5 ml, ഓക്കെ, ഈ എസ്റ്ററിൽ നിന്നും 5 ml നമ്മുടെ ആസിഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, ഈ ആസിഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത ശേഷം ഇതിൽ റിയാക്ഷൻ നടക്കും. ഓക്കെ, ഈ റിയാക്ഷൻ നടക്കുമ്പോൾ എന്താ പറയുക, എയറുമായി കോണ്ടാക്റ്റ് വരാതിരിക്കാനാണ് നമ്മൾ സ്റ്റോപ്പേർഡ് ബോട്ടിൽ യൂസ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഓക്കെ, ഇനി ഇത് രണ്ടും മിക്സ് ആക്കിയിട്ട് അതിനുശേഷം നമ്മൾ 2 ml നമ്മുടെ സൊല്യൂഷൻ, ഓക്കെ, നമ്മൾ മിക്സ് ആക്കിയ സൊല്യൂഷൻ 2 ml നമ്മൾ കോണിക്കൽ ഫ്ലാസ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, കോണിക്കൽ ഫ്ലാസ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇപ്പോൾ നമ്മുടെ താപനില അറിഞ്ഞാൽ 26 ഡിഗ്രി സെൽഷ്യസ് ആണ്. 26 ഡിഗ്രി സെൽഷ്യസ് വരെ നമ്മളെ താപനില എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മളെ മിക്സ് ചെയ്യാനുള്ള താപനില ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി മിക്സ് ചെയ്യാം. ഓക്കെ, ഇനി മിക്സ് ചെയ്തിട്ട് ടൈട്രേഷൻ ചെയ്യുന്ന വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ മിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5 ml ഇതിൽ നിന്ന് എടുത്തിട്ട് നമ്മുടെ HCl ആയിട്ട് മിക്സ് ചെയ്യും. ഓക്കെ, HCl ആയിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളതിനെ, ഓക്കെ, ഞാനിപ്പം ചെയ്യുന്നത് വെച്ചാൽ 5 ml എസ്റ്റർ ഞാൻ പിപ്പറ്റ് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, ഇതാണ് നമ്മളെ 5 ml പിപ്പറ്റ്. ഇതുവഴി ഞാൻ പിപ്പറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നമ്മുടെ സൊല്യൂഷനിലേക്ക് HClലേക്ക് നമ്മളിത് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇത് HClലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ 20 ml പിപ്പറ്റിൽ, ഓക്കെ, അത് നമ്മൾ 5 ml പിപ്പറ്റിൽ നമ്മൾ ഇതിലേക്ക് മാറ്റി. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ 20 ml പിപ്പറ്റിൽ ആദ്യം നമ്മൾ 20 ml പിപ്പറ്റിന് ഇതിൽ നിന്നൊരു 20 ml പിപ്പറ്റ് ഔട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് നമ്മൾ RB ഫ്ലാസ്കിലേക്കാണ് ഫില്ല് ചെയ്യുന്നത് കേട്ടോ. RB ഫ്ലാസ്കിലേക്ക് നമ്മളിത് ഫില്ല് ചെയ്യും. ഓക്കെ, ഈ RB ഫ്ലാസ്കിലേക്ക് ഫില്ല് ചെയ്തിട്ട് നമ്മളിത് റൗണ്ട് ബോട്ടം ഫ്ലാസ്ക് എന്നാണ് പറയല്, നമ്മളിത് ചൂടാക്കാൻ വെക്കും. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ഫില്ല് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ ടീമിൻ്റെ ഹെൽപ്പോടെയാണ് ഇത് ഫില്ല് ചെയ്തെടുക്കുന്നത്. ഓക്കെ, ഇനി ഞാനിത് കൊണ്ടുപോയി നമ്മുടെ ഗീസറിൽ വെക്കും. ഓക്കെ, വാട്ടർ ബാത്ത്. ഓക്കെ, വാട്ടർ ബാത്തിൽ നമ്മളിത് വെച്ചിട്ട് നമ്മളിത് ചൂടാക്കി എടുക്കാൻ പോവാണ്.
ഓക്കെ. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഇൻഫിനിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ഇൻഫിനിറ്റി വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് വാട്ടർ ബാത്തിൽ വെച്ചിട്ട് ചൂടാക്കിയിട്ട് ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതെങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഇതിനെ കൊണ്ട് ഈ വാട്ടർ ബാത്തിൽ വെക്കും. അപ്പോൾ ഇത് ചൂടാവും, ശേഷമാണ് ഇത് ചെയ്യുന്നത്. ഇതൊരു 1.5 മണിക്കൂർ വരെ ടൈം പ്രോസസ്സ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഇത് കാണിക്കാൻ പറ്റുമെന്നറിയില്ല, ബാക്കി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മുടെ വാട്ടർ ബാത്ത്, ഇതിലാണ് നമ്മൾ വെക്കുന്നത്. ഓക്കെ, ഇതിലിപ്പോൾ നമ്മുടെ സൊല്യൂഷൻ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിൽ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആയിരിക്കും കേട്ടോ. ഓക്കെ, ഇതിൽ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആയിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ടെമ്പറേച്ചർ കൂടില്ല കുറയും. അറൗണ്ട് 1.5 hour. ഓക്കെ, 1.5 hour ചൂടാക്കിയ സൊല്യൂഷൻ ഞാൻ എടുത്തുകൊണ്ട് പോവുകയാണ്. ഇപ്പോൾ നമ്മുടെ ലാബിനകത്തേക്ക് പോവുകയാണ്, നമ്മുടെ സീറ്റിലേക്ക് പോവാം. ഓക്കെ, നമ്മുടെ ടീം അവിടെ നമ്മുടെ സൊല്യൂഷനും കാത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ ഞാൻ നെക്സ്റ്റ് ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ ബ്യൂറിറ്റ് ഫില്ല് ചെയ്യുകയാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ബ്യൂറിറ്റ് ഫില്ല് ചെയ്യുന്ന രീതി. ഇതുവരെ നമ്മൾ ബ്യൂറിറ്റ് ഫില്ല് ചെയ്യും. ഓക്കെ, നമുക്ക് ഏറ്റവും മുകളിലാണ് 0 ഉണ്ടാവുക. ഓക്കെ, ആ 0 വാല്യൂ വരെ നമുക്ക് എത്തിക്കണം. അപ്പോൾ ഇതിൽ എനിക്ക് 0യിൽ കുറച്ചും കൂടി കൂടിപ്പോയി. ഞാൻ ഐ ലെവലിൽ വെച്ചിട്ട് ഓക്കെ, ഐ ലെവലിൽ വെച്ചിട്ട് ഞാനിത് 0യിലേക്ക് ആക്കുകയാണ്. കുറച്ച് നമ്മൾ കളയും. ഓക്കെ, കുറച്ച് സൊല്യൂഷൻ നമ്മൾ ഇതിന് കളഞ്ഞിട്ട് 0 വരെ ആക്കും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ വാല്യൂ 0 ആയിട്ടുണ്ട്. 0യിൽ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഞാൻ കുറച്ച് കൂടി കൂട്ടി അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ വാല്യൂ കറക്റ്റ് 0യിൽ എത്തിച്ചേർക്കുന്നുണ്ട്. ഓക്കെ അല്ലേ, 0 വാല്യൂ. ഇങ്ങനെയാണ് നമുക്ക് വാല്യൂ കിട്ടേണ്ടത്. ഓക്കെ, ഇനി ഞാനിത് നമ്മുടെ സ്റ്റാൻഡിൽ പ്ലേസ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ കോണിക്കൽ ഫ്ലാസ്കിൽ ഐസ് എടുത്തിരിക്കുകയാണ്. ശേഷം നമ്മൾ ഇതിൽ നിന്നും 2 ml ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതായത് നമ്മുടെ സ്റ്റോപ്പേഡ് ബോട്ടിൽ നിന്നും 2 ml ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതിന് മുമ്പ് നമുക്ക് ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യണം. ഓക്കെ, ഞാനിപ്പോൾ പോകുന്നത് ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യാനാണ്. ഓക്കെ, നമ്മുടെ ഫിനോഫ്തലിനാണ് ഇൻഡിക്കേറ്റർ. ഓക്കെ, ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഫിനോഫ്തലിൻ ഇൻഡിക്കേറ്ററാണ് ഇപ്പോൾ ആഡ് ചെയ്യുന്നുള്ളത്. ഓക്കെ, ഈ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൽ ആസിഡ് അല്ലേ ഉള്ളത്. ഈ ആസിഡ് നമ്മുടെ ബ്യൂററ്റിലുള്ളത് ബേസാണ്. ഓക്കെ, ബേസായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് ഇത് പിങ്ക് കളർ തരിക. ഓക്കെ, ഇൻഡിക്കേറ്റർ നമുക്ക് പിങ്ക് കളർ തരും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ടൈട്രേഷൻ കംപ്ലീറ്റ് ആയി എന്ന്. ഓക്കെ, നമ്മളിനി ടൈട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഈ ഒരു കോമ്പൗണ്ടിനെ നമ്മളിനി ടൈറ്റർ ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ പിങ്ക് കളർ എത്തിക്കാൻ പോവാണ്. ഓക്കെ, ഇപ്പോൾ എത്രയിലാണ് ആ വാല്യൂ കിട്ടുന്നത് നോക്കാം. ഓക്കെ, നമ്മുടെ സൊല്യൂഷൻ ഞാൻ ബ്യൂററ്റിൻ്റെ അടിയിൽ കൊണ്ട് പ്ലേസ് ചെയ്തു. ഇനി ഞാൻ ബ്യൂററ്റ് ഓൺ ചെയ്യാൻ പോവാണ്. ഓക്കെ, നമ്മുടെ ബ്യൂററ്റൊക്കെ ഫില്ലാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ബ്യൂററ്റ് ഓൺ ചെയ്യാണ്. ഓക്കെ, ഇത് ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ചെറിയ ചെറിയ ടൈനി ഡ്രോപ്ലെറ്റ്സ് ആയിട്ടാണ് നമ്മുടെ സൊല്യൂഷൻ, അതായത് NaOH സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ബ്യൂററ്റിൽ നിന്നും വരുന്നുള്ളത്. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് സ്റ്റിർ ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇപ്പോൾ നന്നായിട്ട് നമ്മൾ സ്റ്റിർ ചെയ്ത് കൊടുക്കും മിക്സ് ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതിലെന്ന് വെച്ചാൽ മീൻസ് നമ്മുടെ റിയാക്ഷന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു തുള്ളി, അതായത് എൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത് ഒറ്റ തുള്ളി, അവസാനത്തെ ഒരു തുള്ളിയിൽ ഇതിൻ്റെ കളർ മാറുന്നതാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഏകദേശം കളർ മാറാനായിട്ടുണ്ട്. ഇപ്പോൾ സഡൻ ചേഞ്ച് ആണ്, ഒറ്റ തുള്ളിയിൽ കളർ മാറും നോക്കിക്കോ. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കളർ മാറിയിട്ടുണ്ട്. ഓക്കെ, കളർ മാറിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ നടന്നിട്ട് അസറ്റിക് ആസിഡും നമുക്കൊരു ആൽക്കഹോളും പ്രൊഡക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ റിയാക്ഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇതിന് സംഭവിച്ചാൽ ചിലവർക്കെല്ലാം മനസ്സിലായിട്ടുണ്ടാവും, വോയിസിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതിന് കാരണം എന്ന് വെച്ചാൽ നമ്മളെ അവിടെ ലാബിൽ നല്ല വോയിസ് ഡിസ്റ്റർബൻസ് ഉണ്ട്. ഓക്കെ, ആ വോയിസ് ഡിസ്റ്റർബൻസ് മാറ്റാൻ വേണ്ടിയാണ് ഞാൻ വീട്ടിൽ വന്നിട്ടാണ് ഇപ്പോൾ റെക്കോർഡ് ചെയ്തിട്ട് ഇട്ടിട്ടുള്ളത് വോയിസ്. അതിൻ്റെ ചെറിയ പരിമിതികളൊക്കെ ഉണ്ടാവും. പിന്നെ ചില ക്ലിപ്പിൽ ഞാൻ പരമാവധി കഴിയുന്നത്ര ഞാൻ നമ്മുടെ അവിടെ തന്നെയുള്ള വോയിസ് ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇതുവരെ വീഡിയോ നോക്കിയ എല്ലാവർക്കും നന്ദിയുണ്ട്. ഓക്കെ, ഇറ്റ്സ് മീ പ്രജ്വൽ സൈനിങ് ഓഫ്. താങ്ക് യു.